ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഗിവ് വിന്നറിന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനുള്ള പാക്കിങ്ങും കാര്യങ്ങളാണ്. വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സെറ്റ് ഇതാണല്ലോ, കളേഴ്സും കാര്യങ്ങളൊക്കെ നാളെ അയക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പാക്ക് ചെയ്യാൻ നിന്ന് അപ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും പോയതുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 24 കളർ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 24. ഓക്കെ, 24 കളേഴ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. പാക്ക് ചെയ്യാനില്ല, നല്ലൊരു പാക്കേജിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ആട്ടോ. ഗിവിൻ്റെ സ്ഥലം വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളത്താട്ടോ വന്നിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കൊറിയർ അയക്കുന്നത്. അപ്പോൾ ബോക്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ബോക്സിലേക്ക് നമുക്ക് ഇത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സബ്സ്ക്രൈബറാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗിവ് വിന്നർ അനൗൺസ് ചെയ്തപ്പോൾ. അതും എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. വീഡിയോസിലൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. പക്ഷേ 5th days ആയിട്ടും എനിക്ക് റിപ്ലൈ തരാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്തത്. ആ വിന്നർ അപ്പം തന്നെ ആ വീഡിയോ അപ്ലോഡ് ആക്കി കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അതിൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ടു, ഇമെയിൽ വഴി എന്നെ കോൺടാക്ട് ചെയ്തു, ഒക്കെ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത് അയക്കണം എന്നുണ്ടായിരുന്നു. ഇന്നലെ കറണ്ട് പോയതുകൊണ്ട് അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു ബ്രൗൺ ടേപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് എവിടെയോ മിസ്സായി പോയിട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന റൈറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആണ് കിട്ടിയത്. നമുക്ക് ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കാം. ഫസ്റ്റ് ടാസ്ക് ഇതിൻ്റെ അത് കണ്ടെത്തുക എന്നുള്ളതല്ലേ, കിട്ടിയിട്ടോ. ഇത് പാക്ക് ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട്സ്, ടേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ടേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്റ്റിക്ക് ഓൺ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ബോർഡ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു മഴയത്തോ വെള്ളത്തൊക്കെ വീണ് കഴിഞ്ഞാൽ എനിക്കറിയില്ലല്ലോ. എങ്ങനെയൊക്കെയും നമ്മളെല്ലതും നോട്ട് ചെയ്യണമല്ലോ, എല്ലാ ഭാഗത്തും കൊണ്ട് ചിന്തിക്കണം. സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു അഡ്രസ്സ് പോലെ കേട്ടോ. ഫസ്റ്റിൻ്റെ അഡ്രസ്സ് ഇവിടുന്ന് ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കൊടുക്കുന്നത്. അങ്ങനെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. എത്ര ദിവസത്തിന് 4 days ഒക്കെ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല. എന്തായാലും നാളെ മോർണിംഗ് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ പാക്കിങ് എത്ര ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറയാണ്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ആൾക്കാർ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ അടിപൊളിയായിട്ട് ഞാൻ വിചാരിക്കും എൻ്റെ ചാനലിൽ ഇത്രയും നല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടോയെന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. കാരണം തീരെ കമൻറ്റ് ഒന്നും ഇടാത്ത ഒരു നമ്മുടെ ഗിവ് വീഡിയോൻ്റെ ഇടയിൽ ഒരുപാട് നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹാപ്പി ആയിട്ടോ. ഞാൻ ഓരോന്നും ഇങ്ങനെ എല്ലാ കമൻറ്റും കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട്. പിന്നെ നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നെയിംസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നോക്കി പോവും. അതുപോലെ തന്നെ അതിൽ നമ്മൾ കമൻറ്റ് പിക്കർ വഴിയായിരിക്കും മേ ബി സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ നേരത്തെ ഒന്ന് നോക്കുമ്പോൾ ഒരു നെയിം കാണും. അപ്പോൾ അതാവും ചെയ്യുന്നുണ്ടായിരിക്കുക. സബ്സ്ക്രൈബേഴ്സിന് ടോപ്പിൽ വരലുള്ളൂ കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരും അതാ കാണുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ കമൻറ്റൊക്കെ വായിക്കും. നല്ല സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് നല്ല കമൻറ്റ് കാണുമ്പോഴും ഒക്കെ വീണ്ടും ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. അതിൻ്റെ ഇടയിലും നല്ല നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചത് കാരണം ഈ ഒരു ഗിവ് അവയുടെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുക്കുന്നത് എന്തിനാ പിന്നെ ഒരു ഗിവ് അവേ എന്ന് പറഞ്ഞ പേരിൽ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഗിവ് അവ നടത്താതെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക. കാരണം ബെസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. ബെസ്റ്റ് കമൻറ്റ് ഇടുന്നവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ വലിയൊരു ചാനലായതിന് ശേഷം കുറച്ചൊന്ന് വലിയ ചാനലായതിന് ശേഷം അങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കൊടുക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം എനിക്ക് കറൻ്റ് റവന്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇത് ഞാൻ എൻ്റെ സേവിങ്സിൽ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. വലിയ ഗിവ് അവേ ഒന്നുമല്ല. എന്നിട്ട് ആ ഗിവ് അവേനെ കുറിച്ചൊരു പ്രോഡക്റ്റ് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞു. ചെറിയ ഗിവ് അവേനെ എൻ്റെ സേവിങ്സ് കൊണ്ട് വാങ്ങിച്ചതാണ്. അല്ലാതെ എനിക്ക് എവിടെ നിന്നും പ്രോഫിറ്റോ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് പാരൻറ്റ്സ് തരുന്ന ക്യാഷൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ സേവ് ചെയ്ത് എൻ്റെ സേവിങ്സ് നിന്ന് വാങ്ങിച്ചൊരു സംഭവമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് തരാൻ വേണ്ടിയിട്ട് ഗിവ് അവേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും എന്തോ കുത്തി നോവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇവിടെ എന്തൊക്കെയെന്ന് പറയണമെന്നില്ല. പക്ഷേ കുഴപ്പമില്ലാത്ത കമൻറ്റൊക്കെ ആയിരുന്നു. ഞാൻ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട കമൻറ്റും കാര്യങ്ങളൊക്കെ അല്ല, ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇവിടെ പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. നാളെ തന്നെ ഡെലിവറി ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടാനും മാർക്ക് ചെയ്ത്. ദിസ് ഈസ് അഭിനയ് സൈനിങ് ഔട്ട്. ബൈ.